ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു കംപ്ലീറ്റ് ഹോം ഫേഷ്യൽ റുട്ടീനാണ്. ക്ലെൻസർ, സ്ക്രബ്, ഫേസ് പാക്ക് എല്ലാം ഒരേ രീതിയിൽ ഒറ്റ വീഡിയോയിൽ കാണിച്ചു തരുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് ചെയ്യലാണ്. ആദ്യം ഫേസ് ക്ലീൻ ചെയ്യണം. നമ്മുടെ മുഖത്ത് പൊടി, ഓയിൽ ഇതെല്ലാം അടങ്ങി ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടായിരിക്കും. അതിനെ റിമൂവ് ചെയ്യാൻ കുറച്ച് പച്ച പാലെടുത്തിട്ട് നല്ലോണം കൈകൊണ്ട് തേച്ച് പിടിപ്പിക്കുക. ഒരു 1-2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കഴുകിക്കളയാം. ഇത് നമ്മളെ സ്കിന്നിലെ അഴുക്കും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നൊരു കാര്യമാണ്. അതുപോലെ നമുക്ക് മുഖം ഫ്രഷ് ഫീൽ കിട്ടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. രണ്ടാമത് ചെയ്യേണ്ടത് സ്ക്രബ് ചെയ്യാണ്. 1/2 സ്പൂണ് കാപ്പിപ്പൊടി എടുക്കുക. ആ സ്പൂൺ തന്നെ ഫുള്ളായിട്ട് നമ്മളെ അരിപ്പൊടി എടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ലൂസ് അല്ലാതെ ഒരു ചെറിയ തിക്നെസ്സിൽ വേണം നമുക്ക് കിട്ടണമെങ്കിൽ. ഇങ്ങനെ നമുക്ക് വേണ്ട അത്ര പാലായി ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി ഇങ്ങനെ യോജിപ്പിച്ചെടുക്കുക. കട്ടല്ലാതെ ഫുള്ള് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യുമ്പോൾ നല്ലോണം ഒന്നിങ്ങനെ സ്ക്രബ് ചെയ്തിട്ട് ഒന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് ഡ്രൈ ആകാൻ വെക്കുക. എന്നിട്ട് കഴുകിക്കളയാം. അധികം പ്രഷർ കൊടുത്തിട്ട് ചെയ്യരുത്. ഇത് ബ്ലാക്ക് ഹെഡ്സ്, നമ്മളെ ഡള്ള് സ്കിന്ന് റിമൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ശേഷം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവും. അടുത്തതായിട്ട് ഫേസ് പാക്ക് ഇടാണ്. ഇതാണ് മെയിൻ ഗ്ലോ സ്റ്റെപ്പ്. അതിന് 1 ടീസ്പൂൺ നമ്മളെ കടലപ്പൊടി ഉണ്ടല്ലോ അതെടുക്കുക. 1/2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ എടുക്കുക. ഒരു പിഞ്ച് ടെർമറിക് പൗഡർ കൂടെ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാലുകൊണ്ട് മിക്സ് ചെയ്തിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക. നല്ലോണം ലൂസായി പോവാത്ത രീതിയിൽ വേണം. ഇത് കുറച്ച് അധികം ടൈം നമുക്ക് പാക്ക് ഇട്ട് ഇരിക്കേണ്ടതാണ്. അപ്പോൾ ഒലിച്ചിറങ്ങണീന് നല്ലോണം ഒന്നിങ്ങനെ ഒരു തിക്നെസ്സിൽ വേണം. അത് തന്നെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. ഈ ഒരു പാകത്തിലാണ് വേണ്ടത്. ഇങ്ങനെ തിക്കായിട്ട് വേണം. അത് എന്നിട്ട് നല്ലോണം ഫേസിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വെക്കണം. എന്നിട്ട് നല്ലോണം തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. ഇത് നമ്മളെ ഫേസ് നല്ലോണം ബ്രൈറ്റൻ ചെയ്യാനും ഗ്ലോ ഇംപ്രൂവ് ചെയ്യാനൊക്കെ സഹായിക്കുന്നൊരു കാര്യമാണ്. ഇനി മോയ്സ്ചറൈസിങ് സ്റ്റെപ്പാണ്. ഫേസ് വാഷ് കഴിഞ്ഞാൽ പലരും ചെയ്യുന്ന മിസ്റ്റേക്കാണ് മോയ്സ്ചറൈസർ ഉപയോഗിക്കാതിരിക്കുക. സ്കിന്ന് ഡ്രൈ ആകാതിരിക്കാൻ ഒരു ലൈറ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യൽ നിർബന്ധമാണ്. ഈ റൂട്ടിനെ ആഴ്ചയിൽ 1-2 പ്രാവശ്യം ചെയ്താൽ മതി. ഫേസ് കൂടുതൽ ഫ്രഷ് ഗ്ലോയിങ് ആയി തോന്നും. വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള സിമ്പിൾ ബ്യൂട്ടി ടിപ്സുമായിട്ട് വീണ്ടും കാണാം.